ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2-ൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സീനെന്ന് പറയുന്ന നമ്മുടെ ആര്യനോട് നമ്മുടെ മിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനും നീയായിട്ട് ഇനി ഒരു ബന്ധമില്ല ആര്യ, നിനക്ക് നിൻ്റെ വഴി ഗുഡ് ബൈ പറഞ്ഞ് പോകുന്ന ഒരു സീനാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മിത്ര ഒരു സാധനം പോലും കയ്യിലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും കൃഷ്ണമംഗലത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് ആര്യൻ നമ്മുടെ മിത്രേനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ട് ഇന്ന് നിർത്തുകയാണ്. പക്ഷേ ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടക്കുന്നത്. അതായത് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് നമ്മുടെ മിത്ര പറയുന്നത്, അച്ഛനും അമ്മയും ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ സ്വീകരിക്കുക, അതായത് എന്നെ കൃഷ്ണമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വീട്ടിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഞാൻ തിരഞ്ഞെടുത്ത് എനിക്ക് ആരുമില്ല എന്നൊരവസ്ഥ വന്ന സമയത്ത് എനിക്കൊരു ജീവിതം തന്ന കുടുംബമാണ്. അപ്പച്ചിയാണെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ബാലനങ്കിളാണെങ്കിലും ആയിക്കോട്ടെ, ഒരച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ സ്നേഹവും കരുതലും തന്നതാണ് അച്ഛൻ എനിക്ക് അവർ. അതുപോലെ എൻ്റെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആര്യനാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെയാണ് അച്ഛൻ വരുന്നത്? ഒരു ഏട്ടത്തിമാരുടെ സ്നേഹം, ഒരു അനിയത്തിയുടെ സ്നേഹം ഒക്കെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞിട്ട് അങ്ങോട്ട് വരണോ അച്ഛാ? എനിക്ക് നിങ്ങൾ ഈ വന്നില്ലേ, അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്ക് ഇത് മതി. എന്നെ നിങ്ങൾ കൃഷ്ണമംഗലത്തേക്ക് മാത്രം എന്നെ ക്ഷണിക്കണ്ട, പക്ഷെ നിങ്ങൾ വല്ലപ്പോഴും ഒരു മകൾ എന്ന രീതിയിൽ എന്നെ ചേർത്തു പിടിച്ച് ആ ഒരു മോളേന്ന് വിളിക്കുന്ന ആ ഒരു സാമീപ്യം, ആ ഒരു സ്നേഹം മാത്രം മതി അച്ഛാന്ന് പറഞ്ഞ് മിത്ര അവരോട് കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേൾക്കണം നമ്മുടെ അച്യുതനും രാജശ്രീയും അച്യുതം വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ഇന്ന് രാമ അതിൻ്റെ പുറകെ പോകണം. അപ്പം മിത്ര വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവർ നമ്മുടെ ധർമ്മനും നന്ദിതയും തിരിച്ച് പോവുകയാണ്. മോളെ, നിൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു തീരുമാനമാണെങ്കിൽ ശരി, ഞങ്ങൾക്ക് വേറെ എതിരായിട്ടൊന്നുമില്ല. അവർ പറ്റുന്ന പോലെ അവരും പറഞ്ഞു നോക്കി. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്, അതായത് മിത്ര എടുത്ത തീരുമാനം എന്തുകൊണ്ട് മോളെ വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. മീനാക്ഷിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി യുക്തിപരമായ ഒരു കാര്യം തന്നെ മോളെ നീ ചെയ്തു എന്ന് ബാലനും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗോമതി, മോളെ നിൻ്റെ ഈ വീട്ടിൽ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ സ്വീകരിച്ചിരുന്നത്, അതായത് നിന്നെ സ്നേഹിച്ചിരുന്നത്. അപ്പോൾ ആര്യനെ മനസ്സിലാക്കി എല്ലാം വേണ്ടുന്ന പോലെ നീ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നീ ആക്കിയെടുത്തല്ലോ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം മീനാക്ഷി എന്തോ കാര്യത്തിന് വേണ്ടി അകത്ത് ചെല്ലണം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൃഷ്ണമംഗലക്കാരെല്ലാവരും പോയി. അപ്പോഴേ ചെന്ന് നോക്കുമ്പോൾ ആര്യൻ ഇതൊക്കെ കേട്ടിട്ട് റൂമിൽ കിടന്ന് അങ്ങോട്ട് തുള്ളിച്ചാടാണ് സന്തോഷം കൊണ്ട്. കാരണം ഒരിക്കലും ഇത്ര എന്നെ മനസ്സിലാക്കാണ്ടിരിക്കില്ല, അവൾ എന്നെ മനസ്സിലാക്കിയതാണ്, ഒരിക്കലും ഇത്ര എന്നെ മിസ് ചെയ്യില്ല. ആ രീതിയിൽ തന്നെ ആര്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. അപ്പോൾ എവരുമായിട്ട് ഇത് കണ്ട മീനാക്ഷി പറയുന്നത്, ഓ സന്തോഷം കൊണ്ട് ചാടുന്ന ചാട്ടമാണ്, ഇവനിതെന്താ പറ്റിയേ? എൻ്റെ മീനു നമ്മുടെ മിത്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തായാലും മോളെ നീ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിനോട് കാര്യം നീ ചെയ്ത ഒരു തെറ്റ് തന്നെയാണ്. ലോകിനെ കാണാൻ പോയത് ആര്യനോട് പറഞ്ഞില്ല. പക്ഷെ നിൻ്റെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിൻ്റെ സഹോദരനാണ്, ആ ഒരു കാഴ്ചപ്പാടിലാണ് നിനക്ക് മനസ്സിൻ്റെ ഒരു പിടിച്ചു നിർത്താൻ പറ്റാഞ്ഞിട്ട് നീ കണ്ടത്. അതിലൊരു തെറ്റും ഇല്ല മോളെ. പക്ഷേ നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിന് തോന്നില്ല. കാരണം ഇപ്പോൾ അലോകിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മ നിൻ്റെ അപ്പച്ചീനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചവനാണ് അവൻ. അതുമാത്രമല്ല, നമ്മുടെ കുടുംബത്തെ ആദ്യമായിട്ട് പിറക്കാൻ പോയ നമ്മുടെ ദേവിയേട്ടത്തിയുടെ അനന്തേട്ടൻ്റെയും കുഞ്ഞിനെ അവൻ കൊന്നു. അതും നമ്മൾ സഹിച്ചില്ലേ? എന്നോട് ചെയ്ത പ്രവൃത്തി ഇതെല്ലാം പോട്ടെ, ഈ കുടുംബത്തിൻ്റെ ഒരേ ഒരു മകളാണ് നമ്മുടെ അനുശ്രീ. അവളുടെ കുടുംബം, അവളുടെ ജീവിതം എല്ലാം തന്നെ പിന്നെ പോലെ ആക്കി കളഞ്ഞത് അവനാണ്. പക്ഷേ ഇതൊക്കെ എത്ര നമ്മൾ സഹിക്കുന്നതിനൊരു കണക്കില്ല മോളെ. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. മോള് വേറൊന്നും അതിനെ തെറ്റായിട്ട് ധരിക്കേണ്ട. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, പക്ഷേ എനിക്കുണ്ടല്ലോ മീനുവേട്ടത്തി, എനിക്ക് എൻ്റെ സഹോദരനല്ലേ, അവൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ അവൻ
എൻ്റെ സഹോദരനായി പോയതുകൊണ്ട് എനിക്കത് ഒട്ടും തന്നെ സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ എങ്കിലും ജയിലിൽ കിടക്കണു എന്ന് കേട്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു കുറ്റബോധമായി പോയെന്ന് മിത്ര പറയണം. അതുകൊണ്ട് മാത്രം ഞാൻ കാണാൻ പോയതാണ് മീനുവെട്ടത്തിൽ നിന്ന് മിത്ര പറയണത്. സാരമില്ല, ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ. എന്നിട്ട് മിത്ര നേരെ റൂമിലോട്ട് ആര്യൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മിത്ര ആര്യൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആര്യൻ ദുഃഖപ്പെട്ടിരിക്കും പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര അവിടെ ചെന്ന് രണ്ടുപേരും അങ്ങറ്റോ ഇങ്ങറ്റോ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി റൂമിലോട്ട് അങ്ങോട്ട് കയറുകയാണ്, ആര്യൻ്റെയും മിത്രയുടെ. എന്നിട്ട് ചോദിക്കുക, അതെ രണ്ടുപേരും ഇനിയിപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ച് അല്ലെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞൊന്നും ഇരിക്കണ്ട. മിത്ര ആര്യനോട് പറയാണ്ട് പോയത് തെറ്റ് തന്നെയാണ്. പക്ഷെ മിത്രയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ സഹോദരനായി പോയില്ലേ, അതുകൊണ്ട് നീ അത് ഒന്ന് ക്ഷമിച്ചു തരാം ആര്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു മാനം കാത്തു. അവൾ തക്കതായ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം തന്നെ ഇന്ന് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആര്യ നീ അതൊക്കെ ഒന്ന് പുറത്ത് സ്നേഹത്തോടെ നിങ്ങൾ പോകണം എന്നുള്ളതൊക്കെ പറയണം. അങ്ങനെ എന്നിട്ട് മീനാക്ഷി അങ്ങ് പോവേണ്. ആ സമയത്ത് പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവരുടേതായിട്ടുള്ള പിണക്കവും പരാതിയും പരിഭവങ്ങളൊക്കെ മറന്ന് അവർ ഒരുമിച്ച് ആവേണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത്. കൃഷ്ണമംഗലത്ത് ഇനിയിപ്പോൾ അനന്തനും നന്ദിത ഇനിയിപ്പോൾ പോയി മിത്രേനെ വിളിച്ചില്ല എന്നൊരു പരാതി വേണ്ട. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ അവർ തമ്മിൽ ഒരു പൊരുത്തമില്ല. മിത്രമോള് മനസ്സുകൊണ്ട് ആ കുടുംബമായിട്ട് ഇണങ്ങി തന്നെയാണ് പോണത്. അപ്പം അച്യുതനും രാജശ്രീക്കായിരുന്നല്ലോ പോയി വിളിച്ചുകൊണ്ട് വരണമെന്നുള്ളത്. പക്ഷേ രാജശ്രീയുടെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ വേറൊന്നുമല്ല ചിന്തിച്ചത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നമ്മുടെ മിത്രേനെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പം അനുവിന് അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം അനു ചിന്തിക്കും, ഞാൻ കാരണം ഇപ്പം എൻ്റെ ആര്യേട്ടൻ്റെയും മിത്രേട്ടത്തിയുടെയും ജീവിതം കൂടെ താറുമാറായി പോയി എന്നുള്ളൊരു തോന്നൽ വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ, അതായത് മിത്ര കൃഷ്ണമംഗലത്ത് വന്നു കഴിയുമല്ലോ, വന്നു കഴിയുമ്പോൾ പിന്നെ ആര്യൻ്റെയും മിത്രയുടെയും ജീവിതവും കൂടെ ഇതായി പോയി കഴിഞ്ഞു, താൻ കാരണം, അനു കാരണം. അപ്പോൾ അനു ചിന്തിക്കും, ഇതെല്ലാം കാരണം അലോകിനെതിരേക്ക് കൊടുത്ത കേസാണ്. ആ ഒരു കേസ് അങ്ങ് പിൻവലിച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു തോന്നൽ അനുവിൻ്റെ ഉള്ളിൽ വരികയും പിന്നെ അനു തളർന്നു പോകും. ഇനിയിപ്പോൾ അടുത്ത ഇയറിങ് വരുന്നത് 18-ാം തീയതിയാണ്. അപ്പം കൃഷ്ണമംഗലക്കാരുടെ വക്കീൽ വാദിക്കുമ്പോൾ അനുവിന് ചിലപ്പോൾ അലോകിനെതിരെ പറയാനായിട്ട് ചിലപ്പോൾ നാവ് എന്ന് വെച്ചാൽ പിടിച്ചു കെട്ടിയ കണക്ക് ആയിപ്പോവും. കഴിഞ്ഞ വിചാരണയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു പവർ അനുവിനുണ്ടാകില്ല. അപ്പം അനുവിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു രാജശ്രീയുടെ അച്യുതൻ്റെ. പക്ഷെ അതെല്ലാം പാളിപ്പോവാണ്, അതൊന്നും നടപടിയായി വന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായാലും അച്യുതൻ്റെയും രാജശ്രീയുടെയും കയ്യിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഗോമതിയും ബാലനും നമ്മുടെ മിത്രയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എന്തായാലും മോള് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള തീരുമാനം തന്നെയായിരുന്നു. എന്തായാലും അതിനോട് ഞങ്ങൾ ഒരുപാട് മോളോട് കടപ്പെട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എടുത്തു ചാടി മോളൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായേനെ. അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അന്ന് എടുത്ത തീരുമാനം, അതായത് ആര്യന് വേണ്ടിയിട്ട് മിത്രമോളെ വിവാഹം കഴിക്കാൻ ഞാൻ എടുത്ത തീരുമാനം എനിക്കൊരിക്കലും തെറ്റിയില്ല ബാലേട്ടാന്ന് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അച്യുതനെ അവരുടെ വക്കീൽ വിളിക്കുകയാണ്. അതായത് 2 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ അലോകിന് ജാമ്യം കിട്ടും എന്നുള്ളത്. വിചാരണ വരുന്നേ ഉള്ളൂ, പക്ഷേ എങ്കിലും അലോകിന് ജാമ്യം കിട്ടും എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഇത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അലോകിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. ഇപ്പം ജാമ്യം മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ കേസ് അവിടെ തന്നെ നിൽക്കുകയാണ്. കേസ് തേഞ്ഞു മാഞ്ഞൊന്നും പോകുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അവർക്ക് എല്ലാവർക്കും സന്തോഷം, ഇന്ദിരാമ്മയ്ക്കും. അങ്ങനെ നമ്മുടെ അച്യുതൻ ആ ദിവസം നോക്കി അലോകിന് ജാമ്യം കിട്ടുന്ന ദിവസം അവരെന്തോ ഒരു പ്രത്യേക രീതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്താണ് അലോകിന് ജാമ്യം കിട്ടിയത്. അങ്ങനെ ജാമ്യത്തിലിറക്കി അലോകിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അച്യുതൻ നമ്മുടെ ദേവമംഗലം നമ്മുടെ ബാലനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് അലോകിനെ അഹങ്കാരത്തോടെ, കണ്ടോടാ എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കിയത്, നീ എന്നെ വെല്ലുവിളിച്ചല്ലേടാ എന്ന രീതിയിൽ ബാലൻ്റെയും ആര്യൻ്റെയൊക്കെ മുമ്പിൽ അലോകിനെ ഇങ്ങനെ കാണിച്ച് വലിയ ഇതായിട്ട് കൊണ്ടുവരികയാണ് അച്യുതൻ. പക്ഷേ അലോക് എന്തോ ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ. ജയിലിൽ നിന്ന് ഇറങ്ങിയ അലോക് വല്ലാത്തൊരു മാനസിക മെൻ്റലി ഒരു വല്ലാത്തൊരു ഡിപ്രഷനിലായിപ്പോയി. കാരണം താൻ ചെയ്ത തെറ്റുകളും ഒക്കെ വല്ലാണ്ടാക്കി കളഞ്ഞു അലോകിനെ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞെങ്കിലും എല്ലാവരും അലോക് ക്ഷീണിച്ച് പോയി, അലോകിന് ഒട്ടും പറ്റില്ല എന്നുള്ളൊക്കെ രീതിയിൽ ഫുഡ് കഴിക്കാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അലോക് എന്തോ ആകെ മൂകനായിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ധർമ്മനും അച്യുതനും അനന്തനും ഒക്കെ അലോകിനെയും കൊണ്ട് നമുക്ക് പുറത്തു പോവാം, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കേണ്ട മോനെ എന്നൊക്കെ പറയാം. പക്ഷേ എന്തൊക്കെയാണാവോ അലോക്
ആ ഒരു ഷോക്കിൽ നിന്ന് മാറല്ല, അവൻ ആകെ ഡൗൺ ആയിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം ഇന്ദിരാമ്മയ്ക്കും അതുപോലെ തന്നെ അച്യുതനും അനന്തനും ഒക്കെ ഒരു ഭയമുണ്ട്. കാരണം കേസ് തീർന്നിട്ടില്ല, ഇനിയിപ്പോൾ കേസ് എന്തായി തീരും എന്നുള്ളതിനോർത്ത് അവർക്കും ഒരു വേവലാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ദിരാമ്മ അമ്പലത്തിൽ പോയിട്ട് ഗോമതി അമ്പലത്തിൽ വരുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഗോമതിയെ കൊണ്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന രീതിയിൽ. അങ്ങനെ അവർ ഇന്ദിരാമ്മയും ഗോമതിയും തമ്മിൽ സംസാരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ അടുത്ത ഇയറിങ് 18-ാം തീയതി വെക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ അനുമോളടുത്ത് മോളെ നീ പറയണം, ഈ കേസ് ഇനി അധികം ഇതാക്കണ്ട, അവന് കൊടുക്കാവുന്നതിലും വലിയ ശിക്ഷ തന്നെ നമ്മളിപ്പോൾ അവനെ ജയിലിലിട്ട് അവന് കിട്ടിക്കഴിഞ്ഞു, ഇനി അവനെ ക്രൂശിക്കേണ്ട മോളെ, അതുകൊണ്ട് മോളൊന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറയാം, അമ്മേ എനിക്കിതിൽ ഒരു കാര്യം ഒന്നും തീരുമാനമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ബാലേട്ടൻ തീരുമാനിക്കുന്ന പോലെ. കാരണം അലോക് ചെയ്ത തെറ്റുകളും അവൻ നമ്മളോട് കാണിച്ച അത്ര ക്രൂരതകളും നമുക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മോളോട് ചെയ്തത് ബാക്കി എന്തും ഞാൻ പൊറുക്കും. എൻ്റെ മോളുടെ ജീവിതം ഈ രീതിയിലാക്കി കളഞ്ഞത് ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും മോളെ നിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷേ എങ്കിലും മോള് ബാലനോട് സംസാരിക്കണം, ഈ കേസിനൊരു വിരാമം വേണ്ടേ മോളെ എന്ന രീതിയിൽ ഇങ്ങനെ പറയണം. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നില്ല. എന്തായാലും ഞാൻ ബാലേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്കാം അമ്മേ, എനിക്ക് അത്രയും ഉറപ്പ് പറയാനേ പറ്റുന്നുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഗോമതി വീട്ടിൽ ചെന്നിട്ട് ബാലൻ്റെ അടുത്തും അനുമോളടുത്തൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മിക്കവാറും അനു മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് നമ്മുടെ അലോകിന് ജാമ്യം കൊടുക്കുക. അലോകിന് ജാമ്യത്തിന് വേണ്ടിയിട്ട് മൊഴി ഇനിയിപ്പോൾ കടിപ്പിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി അതാണ് ഏറ്റവും നല്ലത്. ഇനി അവൻ പുറത്തിറങ്ങി എന്ത് ചെയ്താലും വേണ്ടില്ല, മറ്റുള്ളവരുടെ ജീവിതം കൂടെ ഇനി ആക്കണ്ട എന്ന തീരുമാനമൊക്കെ നമ്മുടെ അനുമോളുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അച്യുതൻ നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഷോപ്പിംഗ് മോൾ പോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇട്ടുപിടിന്ന് റെഡിയാക്കി ആ കടയ്ക്കൊരു പേരിടണം, ധർമ്മൻ സ്റ്റോഴ്സ് എന്ന ഇതിടയാണ്. അങ്ങനെ ധർമ്മനാണെങ്കിൽ ഇത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടുന്നത്, ധർമ്മൻ ആദ്യം മുതൽ ഇങ്ങനെ പറയണ്ട, എനിക്ക് അവിടെ വേണ്ട, വേറെ എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇത് വേണ്ട ഏട്ടന്മാരെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ കേൾക്കില്ല, അച്യുതൻ ഒട്ടും കേൾക്കില്ല. കാരണം ബാലനെതിരെ കളിക്കാൻ പറ്റുന്ന ഒരു കളിയും നമ്മുടെ അച്യുതൻ വിടില്ല, വെറുതെ വിടില്ല. അങ്ങനെ ധർമ്മൻ സ്റ്റോഴ്സ് തുടങ്ങി. ഇത് ബാലനെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ധർമ്മൻ അങ്ങനെ ചെയ്യുമെന്നൊരിക്കലും ധർമ്മനും കൂടെ കൂട്ടു നിന്നു എന്ന രീതിയിലാണ്. പക്ഷെ അത് ബാലനെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഇനി വരുന്ന സീനിൽ നമ്മുടെ ഉദയഭാനുവിൻ്റെ കേസും ഇതിൻ്റെയോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. അതായത് കെണി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ആനന്ദിന് അവസാനം എലി വന്ന് കെണിപ്പെട്ടി ചാടുന്നൊരവസ്ഥയാണ്. അതായത് നമ്മുടെ ഉദയഭാനു തക്കം നോക്കി ശനിയാഴ്ച ദിവസം എന്തായാലും നല്ല കച്ചവടമുള്ള ദിവസമാണ്, അന്ന് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയും കാര്യങ്ങളൊക്കെ എന്തായാലും ബാലൻ ഗോമതി സ്റ്റോറിൽ കരുതും. ആ സമയം ഒരു ഉച്ച നേരം നോക്കി എന്തായാലും വന്ന് കുറച്ച് പണം അടിച്ചു മാറ്റണം. അത് കരുതി നമ്മുടെ ഉദയഭാനു വരികയും ആ കെണിയിൽ പെടുകയും ചെയ്യണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആനന്ദ് വിചാരിച്ച പോലെ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസിനും ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്. അതായത് എല്ലാവരുടെയും മുമ്പിൽ ഉദയഭാനുവിൻ്റെ ആ മുഖം മൂടി അഴിച്ചു മാറ്റുകയാണ് നമ്മുടെ ആനന്ദ്. നമ്മുടെ ദേവിക്കാണെങ്കിലും ആ ഒരു രീതി തന്നെ, ദേവി ആകെ ഒരു വല്ലാത്തൊരു സീനിലാണ് കാര്യങ്ങളൊക്കെ. തൻ്റെ അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുകയും തനിക്ക് ഇനി ഈ ദേവമംഗലം കുടുംബം വിട്ട് പോകേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളിലായിട്ട് ദേവിയും അങ്ങനെ പോവാണ്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കി കൊണ്ടുള്ളതാണ് ഇനി വരുന്ന ദിവസം 1-2 ദിവസത്തെ ഏകദേശം എപ്പിസോഡിൽ വരുന്ന പ്രൊമോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യത്തെ മുത്തുമണികളൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇനി രാത്രി 9:30 മഴതോറും മുമ്പേ വരുന്നുണ്ട് നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ 2 പരമ്പരകളും നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ മറ്റൊരു ചാനലാണ് സുമി മുഫാസ് മൺസിൽ. ആ ചാനലിൽ ഞാൻ കാറ്റത്തെ കിളിക്കൂട് ഉച്ചയ്ക്ക് 2 മണിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ രാത്രി 9:30-10 മണിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സീരിയലിൻ്റെ ശനി ഞായറും നമുക്ക് ആ പ്രൊമോസ് ഇല്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ, അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങൾ ഈ 2 പരമ്പരകളുടെയും ഞാൻ ഇപ്പോൾ കാറ്റത്തെ കിളിക്കൂട് ഓൾറെഡി ഇന്ന് ഉച്ചയ്ക്ക് ഇട്ടു. ഇനി ഇവർ വിവാഹിതരാകുന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ രാത്രി ഞാൻ 9:30 കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ
നിങ്ങളുടെ എല്ലാവരും കണ്ട് നമ്മുടെ ഈ 2 ചാനലും സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും കൂടാണ്ട് ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. നമ്മുടെ പവിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലായിട്ട് വീണ്ടും വരുന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. അപ്പം ഞാൻ നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഇനിയിപ്പോൾ പവിത്രം സീരിയലിൻ്റെയും കൂടെ പ്രൊമോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. താങ്ക്